വാട്ടർ അതോറിറ്റിയുടെ നിർമ്മാണ പ്രവർത്തികൾ മന്ദഗതിയിലായതോടെ ആമ്പല്ലൂർ മുതൽ പള്ളിക്കുന്ന് വരെയുള്ള റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിൽ. വേനൽ ശക്തമായതോടെ ആവശ്യത്തിന് ശുദ്ധജലം കിട്ടുന്നില്ലെന്ന പരാതി ഉയരുമ്പോഴും റോഡിൽ പലയിടത്തും പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് പതിവ് കാഴ്ചയായി. ആമ്പല്ലൂർ മുതൽ പള്ളിക്കുന്ന് വരെ റോഡിന്റെ പല ഭാഗത്തും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം പാഴാകുന്നുണ്ട്. റോഡ് നവീകരണത്തിന് മുൻപായി പഴയ പൈപ്പുകൾ മാറ്റുകയും പുതിയ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുകയും വേണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് വാട്ടർ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ പൈപ്പുകൾ അശാസ്ത്രീയമായി റോഡിൽ നിന്ന് താഴ്ത്തി സ്ഥാപിക്കാതിരുന്നതാണ് പലയിടത്തും പൊട്ടാൻ കാരണമായത്. റോഡിന്റെ നവീകരണത്തിന് കെ രാമചന്ദ്രൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് തുക വകയിരുത്തി മാസങ്ങൾ കഴിഞ്ഞിട്ടും വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയിൽ റോഡ് നിർമ്മാണം അനന്തമായി നീളുകയായിരുന്നു. ആമ്പല്ലൂർ തൊട്ട് പള്ളിക്കുന്ന് വരെ റോഡ് നല്ല രീതിയിൽ ടാറിങ് നടത്തി ചെയ്യാൻ വേണ്ടി നമ്മുടെ MLA 2 വർഷത്തോളമായി ഇതിന് പിന്നിൽ മുടക്കുകയാണ്. ഇതിനാവശ്യമായ ടെൻഡർ നടപടികളെല്ലാം പൂർത്തീകരിച്ചു. പൈപ്പ് ഇടുമ്പോൾ നമ്മുടെ PWD ഉദ്യോഗസ്ഥന്മാർ അവരെ വിളിച്ച് നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഈ പൈപ്പ് താത്തിടണമെന്ന് പറഞ്ഞു. ഒരു 2 മീറ്ററിൽ താത്തിടണമെന്ന് പറഞ്ഞു. അവർ എന്താ പൈപ്പ് ഇട്ടു എന്നുള്ള നിലയിൽ ഇട്ടുപോയി. ഇപ്പോൾ റോഡിൻ്റെ സൈഡ് കരിങ്കല്ലിടുന്നതിന് വേണ്ടി കാന കീറിയപ്പോൾ പൂർണ്ണമായും ഏറെക്കുറെ 6-7 സ്ഥലങ്ങളിൽ പൊട്ടിപ്പൊളിഞ്ഞ് പുഴ പോലെയാണ് വെള്ളം പോയിരുന്നത്. പലതവണ വിളിച്ചത് പറഞ്ഞതിന് ശേഷമാണ് അവർ 2-3 സ്ഥലത്ത് നന്നാക്കിയത്. അത് ഇവിടെ വിളിച്ചിട്ട് നിന്നില്ല, തിരുവനന്തപുരത്തേക്ക് വിളിക്കേണ്ടി വന്നു. ഇപ്പോഴും 2-3 സ്ഥലത്ത് ഇപ്പോഴും പൊട്ടി പുഴ പോലെ വെള്ളം ഒഴുകുകയാണ്. ഇങ്ങനെ പറയുമ്പോൾ വല്ലാതെ വെള്ളം പോകുമ്പോൾ മാത്രമേ ഇവരെ ബുദ്ധിമുട്ടിക്കാറുള്ളൂ. അപ്പോൾ വാട്ടർ അതോറിറ്റി PWD പറയുന്നത് ഏത് നിമിഷവും നമ്മൾ ടാർ ചെയ്യാം. ഈ പൈപ്പിന് ലീക്ക് മാറ്റി തന്നാൽ അത് എത്രയും പെട്ടെന്ന് ടാറിങ് നടത്താൻ വേണ്ട നമ്മൾ സ്വീകരിക്കണമെന്ന് MLA കഴിഞ്ഞ ദിവസം കൂടി PWD ഉദ്യോഗസ്ഥന്മാരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ സാഹചര്യമാണുള്ളത്. ഈ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുള്ള കഴിവുറവാണ് ഇതിന് തടസ്സമായി നിൽക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് ബന്ധപ്പെട്ട ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തികൾ പൂർത്തിയാക്കാതെ റോഡ് നവീകരണം വേണ്ടെന്നായിരുന്നു അളഗപ്പ് നഗർ പഞ്ചായത്തിന്റെയും നാട്ടുകാരുടെയും നിലപാട്. റോഡ് നവീകരിച്ചതിന് ശേഷം വെട്ടിപ്പൊളിക്കുന്ന സ്ഥിരം പല്ലവി ഇവിടെ ആവർത്തിക്കാൻ അനുവദിക്കില്ലെന്നായിരുന്നു ഇവരുടെ പക്ഷം. മണ്ണമ്പേട്ട ചെങ്ങാലൂർ റോഡിന്റെ നവീകരണത്തിനായി റോഡ് പൊളിച്ചിട്ട് മെറ്റൽ പാകി മാസങ്ങൾ പിന്നിട്ടിട്ടും ടാറിംഗ് നടപടികൾ ആരംഭിച്ചിട്ടില്ല. ഈ പാതയിൽ പൈപ്പിടൽ പൂർത്തീകരിക്കാൻ 10 ദിവസം കൂടി നീട്ടി നൽകണമെന്നായിരുന്നു വാട്ടർ അതോറിറ്റിയുടെ ആവശ്യം. ഇവിടെ നാളുകളായി പൊടിശല്യവും യാത്രാ ദുരിതവും നേരിടുകയാണ് യാത്രക്കാരും പ്രദേശവാസികളും. പൊതുമരാമത്ത് വകുപ്പും MLAയും മറ്റ് ജനപ്രതിനിധികളും കാര്യക്ഷമമായ ഇടപെടലുകൾ നടത്തിയിട്ടും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ നിലപാടിനെതിരെ ജനരോഷം ഉയരുകയാണ്. അതേസമയം ഫണ്ടിന്റെ അപര്യാപ്തതയും കരാറുകാരുടെ കുടിശ്ശികയുമാണ് പ്രതിസന്ധിയെന്ന് വാട്ടർ അതോറിറ്റി അധികൃതരും പറയുന്നു. ആമ്പല്ലൂർ മുതൽ പള്ളിക്കുന്ന് വരെയുള്ള മേഖലയിൽ റോഡിന്റെ നവീകരണ പ്രവർത്തികൾക്കായി ഫണ്ട് നീക്കിവെച്ചിട്ട് മാസങ്ങളായെങ്കിലും ഇതുവരെയും പ്രവർത്തനങ്ങൾ തുടങ്ങാറായിട്ടില്ല. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയാണ് ഈ മേഖലയിലെ റോഡ് നവീകരണത്തിന് തടസ്സമായി നിൽക്കുന്നതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഏതായാലും വിവിധയിടങ്ങളിൽ പൈപ്പിടൽ ഇനിയും പൂർത്തിയാകാനുണ്ട്. പൈപ്പിട്ട സ്ഥലങ്ങളിൽ തന്നെ അത് അശാസ്ത്രീയമായി പൈപ്പിട്ടത് മൂലം പലയിടത്തും പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നതും പതിവാവുകയാണ്. ഏതായാലും വരുന്ന തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ഈ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാകുന്നതും കാത്തിരിക്കുകയാണ് നാട്ടുകാരും പ്രദേശവാസികളും. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.